بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون. ها أنتم هؤلاء حاججتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون. ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين. إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അവന്റെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ട് ഖബറിൽ കഴിയുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സൂറത്ത് ആൽ ഇംറാൻ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. ഈ 4 ആയത്തുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, അഥവാ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജൂതന്മാരും അതേപോലെ തന്നെ നസാറാക്കളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ തർക്കവുമായി വന്നു. അവരിൽ ഒരു വിഭാഗം വാദിച്ചു, അഥവാ ജൂതന്മാര് വാദിച്ചു, ഇബ്രാഹിം ജൂതനായിരുന്നു, ഞങ്ങളിൽപ്പെട്ടയാളാണ്. മറ്റൊരു വിഭാഗമായ നസാറാക്കൾ അവർ വാദിച്ചു, അല്ല, ഇബ്രാഹിം നസാറയാണ്, നസാറാക്കളിൽപ്പെട്ടയാളാണ്, ഞങ്ങളിൽപ്പെട്ടയാളാണ്. ഇങ്ങനെ 2 കൂട്ടരും അവരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി വാദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, എങ്ങനെയാണ്, എന്ത് വാദമാണ് അവർ ഉന്നയിക്കുന്നത്, ഏത് രീതിയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽപ്പെട്ടയാളാണെന്ന് വാദിക്കുക? യഹൂദികൾക്ക് എങ്ങനെയാണ് ഇബ്രാഹിം നബി ഞങ്ങളിൽപ്പെട്ടയാളാണെന്ന് വാദിക്കുക? കാരണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണല്ലോ തൗറാത്ത്.
അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണല്ലോ മൂസ അലൈഹിസ്സലാം. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ജൂതനാണ് എന്ന് വാദിക്കാൻ കഴിയുക? നസാറാക്കൾക്ക് എങ്ങനെയാണ് നസാറയാണെന്ന് വാദിക്കാൻ കഴിയുക? ഇബ്രാഹിം നബിയുടെ കാലത്തിന് എത്രയോ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നസ്രാനിസം അഥവാ ക്രിസ്ത്യാനിസം ഉണ്ടാകുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജന്മമെടുക്കുന്നത്, ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം ലഭിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്, എന്ത് വാദത്തിലാണ്, എന്ത് ന്യായം പറഞ്ഞുകൊണ്ടിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ആളാണ് എന്ന് അവർ വാദിക്കുന്നത്? അള്ളാഹു അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പറയുന്നു, യാ അഹ്ലൽ കിതാബ്, ഏ അഹ്ലു കിതാബുകളെ. അഹ്ലു കിതാബ് എന്ന് നമ്മൾ ഖുർആനിൽ എവിടെ വായിച്ചാലും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ജൂത നസാറാക്കൾ. ഇപ്പോഴത്തെ ജൂതന്മാരും ഇപ്പോഴത്തെ നസാറാക്കളും അല്ല. അള്ളാഹു ചോദിക്കുന്നു, ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ, നിങ്ങൾ എന്ത് കാരണത്താലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നത്? വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമല്ലയോ തൗറാത്തും ഇൻജീലും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹം ഉള്ള സമയത്ത് തൗറാത്തും ഇൻജീലും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ആലോചിക്കാത്തത്? നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത്? പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വാദിക്കാൻ കഴിയുക? ഹാ അൻതും ഹൗലാഇ ഹാജതും ഫീമാ ലക്കും ബിഹി ഇൽം, നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം, അതുപോലെ തന്നെ ഇപ്പോൾ എന്തിന് നിങ്ങൾ അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുന്നു? നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണ്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അല്ലാഹുവാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നവൻ, നിങ്ങൾക്കൊന്നും അറിയില്ല. അല്ലാഹ് അറിയിച്ചു തന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുകയുള്ളൂ, അല്ലാത്തതൊന്നും നിങ്ങൾക്ക് അറിയുകയില്ല. അല്ലാഹുവാണ് കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നവൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല. പിന്നെയോ, പിന്നെ ആരാണ്? വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, അദ്ദേഹം വക്രതയില്ലാത്ത ഒറിജിനൽ മുസ്ലിമാണ്. അല്ലാഹ് പറയാണ് വക്രത ഒന്നും ഇല്ലാത്ത. ഹനീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, സാധാരണ നമ്മൾ പറയില്ല കറകളഞ്ഞ എന്ന് ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. ഒറിജിനലിനെ പറ്റി പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അതിനകത്ത് മായൊന്നും കലർന്നിട്ടില്ല. കറകളഞ്ഞ ഹനീഫൻ. ഹനീഫ എന്ന് പറഞ്ഞ പേര് ഹനീഫ എന്ന് പല ഇറക്കുന്ന പേരുണ്ട്. പക്ഷെ ഈ ഹനീഫ ഇപ്പൊ കനിയാക്കിയ അത്തായമ്മായി നല്ല പേരാണ് ഹനീഫ. ഹനീഫ എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, കറകളഞ്ഞ ആളാണ്. നമ്മളത് വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി കനീനാക്കി. അപ്പം ഹനീഫൻ മുസ്ലിമ, കറതീർന്ന പെർഫെക്റ്റായ മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ ആരാധകനായിരുന്നില്ല. ബഹുദൈവ ആരാധനയോട് പടവെട്ടി, ബഹുദൈവ ആരാധകരോട് യുദ്ധപ്രഖ്യാപനം നടത്തി, ബഹുദൈവ ആരാധകരോട് ശത്രുത പുലർത്തി സ്വന്തം നാടിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ തീർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരുടെ വാദത്തെ കണ്ണിച്ചു കളഞ്ഞു. ഇന്ന ഔലന്നാസി ബിഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഏറ്റവും അടുപ്പവും കടപ്പാടും ജനങ്ങളിൽ ആർക്കാണെന്നറിയാമോ?
ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു. ഒന്നാമത്തത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റുന്നവർ, വഹാദൻ നബിയ്യു, ഈ നബി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ വല്ലദീന ആമനു, അതുപോലെ തന്നെ ആ പ്രവാചകരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്ന ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും മുഅ്മിൻ വിശ്വാസി സമൂഹവുമാണ് ഏറ്റവും കൂടുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി അർഹതപ്പെട്ട ജനങ്ങളിൽ നിന്നും അർഹതപ്പെട്ടയാളുകൾ. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു സത്യവിശ്വാസികളുടെ കൈകാര്യകർത്താവാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഥവാ വിശ്വാസികൾ, മുഹാജിരീങ്ങൾ, അൻസാരികൾ, പിൽക്കാലത്ത് അതിനെ തുടർന്നു വരുന്ന മുഅ്മിനീങ്ങൾ ഖിയാമത്ത് നാൾ വരെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ഉലാത്തുൻ മിനൻ നബിയ്യീന. എല്ലാ നബിമാർക്കും ആ നബിമാരുടെ ഒരു നേതൃത്വം ഉണ്ടാകും, ഒരു രക്ഷാധികാരി. ഒരു കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ, ഒരു യൂണിറ്റി ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു തലപ്പത്ത് ഒരാൾ രക്ഷാധികാരി അങ്ങനെ ഉണ്ടാകും. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും അങ്ങനെ ഒരാളുണ്ട്. എന്നാൽ വഇന്ന വലിയ്യി മിൻഹും അബീ വഖലീലു റബ്ബി അസ്സ വജല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ വലി, അവരിൽ നിന്നും എന്റെ വലി എന്ന് പറയുന്നത് അബീ, എന്റെ പിതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്റെ പിതാവ് എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അന ദഅവതു അബി ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഇജാബത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ഇജാബത്താണ്, ഉത്തരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്റെ പിതാവും വഖലീലു റബ്ബി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായി ബന്ധമുള്ളത് ഒന്ന് അദ്ദേഹത്തിന് പിന്തുടർന്ന ആളുകളാണ്. രണ്ടാമത്തത് ഹാദൻ നബിയു, ഈ നബിയായ ഞാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് എന്നിൽ വിശ്വസിച്ച ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസി സമൂഹമാണ്. ഒറിജിനൽ മുസ്ലിമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോ നിങ്ങൾ വെറുതെ വാദിക്കണ്ട, നിങ്ങളിൽപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാദിക്കണ്ട. കാരണം നിങ്ങളുടെ കാലഘട്ടത്തിലല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്നിട്ടുള്ളതും പ്രബോധനം നടത്തിയിട്ടുള്ളതും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായി അറിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ താർക്കികന്മാരാണ്. പക്ഷെ നിങ്ങൾ അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കാൻ നിൽക്കല്ലേ, നിങ്ങൾ തർക്കിക്കാൻ നിൽക്കല്ലേ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ എടുത്ത് പരിശോധിച്ചത്. നമ്മളെ അബീന മില്ലത്ത് ഇബ്രാഹിം, നമ്മൾ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ്. നമ്മൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്നവരാണ്. മില്ലത്ത് സുന്നത്ത് രണ്ടാണ്. മില്ലത്തും സുന്നത്തും രണ്ടാണ്. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ അനുഷ്ഠിച്ചു കാണിച്ച ഒട്ടുമിക്ക കാര്യങ്ങളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ദീനിൽ സുന്നത്തായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രബലമായ ഒന്നാണ് ചേലാകരണം. ആരാ ചെയ്തത്, കാണിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മീശ വെട്ടുന്നത് ആരാണ് കാണിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വെള്ളം കൊണ്ട് ശൗച്യം ചെയ്യുന്നത്, വെള്ളം ഉപയോഗിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം ശൗച്യം ചെയ്യുന്നത് കാണിച്ചത് ആരാണ്?
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന മാർഗവുമാണ്. അതുകൊണ്ടാണ് മില്ലത്ത് ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് എന്ന് നമ്മൾ പറയുന്നത്.